8 മണിക്കൂർ നടന്ന്, അതായത് ഒരു 17 മേലെ കിലോമീറ്റർ നടന്ന് ഒരു മലയുടെ ചുറ്റിനും വലം വെച്ചൊരു അമ്പലം കാണാൻ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? എനിക്കിത് ആദ്യമേ പറഞ്ഞപ്പോൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. പക്ഷെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ തിരുവണ്ണാമലൈ അല്ലെ അണ്ണേമല എന്നൊക്കെ പറയാം, തമിഴ്നാടുള്ള ഒരു അമ്പലത്തിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഓരോ ശിവലിംഗം അയക്കും. അങ്ങനെ 8 ശിവലിംഗം കഴിഞ്ഞ് 9ാമത്തെ ശിവലിംഗം ഇരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ തിരുവണ്ണാമല അമ്പലം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മളൊരു 40 പേര് വന്നതിൽ ഒരു 10 പേരാണ് ഈ വലം വെക്കാൻ നടക്കുന്നത്. നമ്മൾ കുറച്ചേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഓട്ടയിലൊക്കെയാണ് വലം വെക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തിരുമേനിമാരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു വലം വെക്കാൻ. അപ്പം നമ്മളും ഞാനൊക്കെ ആദ്യമായിട്ടാണ് വലം വെക്കുന്നത്. ലൈക്ക് ഇതേപോലെ 17 കിലോമീറ്റർ നടന്ന് ഈ ഒരു അമ്പലത്തിന്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ആ വലം വെക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറങ്ങി നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ വരും. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവരെ പോകുന്നുണ്ട് നടപ്പം ഞാനും അമ്മയൊക്കെ രണ്ടും കൽപ്പിച്ചാൽ നമുക്കും വലം വെക്കാന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇറങ്ങി. ഇതാണ് ഫസ്റ്റത്തെ ശിവലിംഗം. അങ്ങനെ ഓരോ കിലോമീറ്റർ കൂടുമ്പോൾ ഓരോ ശിവലിംഗം കാണും. ഇവൻ നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് നടക്കാൻ തുടങ്ങി. നമ്മൾ വിളിച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ എത്ര ദൂരം ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇവിടെ മാപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇതൊന്നും അല്ലായിരുന്നു ഗൈസ്. ഞങ്ങളൊരു 3-4 കിലോമീറ്റർ നടന്നിട്ട് ഇവിടുത്തെ 2ാമത്തെ ശിവലിംഗം എത്തിയില്ല ഗൈസ്. കാരണം ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ ഓരോ ശിവലിംഗം ഇല്ല. നമുക്കൊരു ഊഹമില്ല എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ഇത്ര കാണുമെന്ന്. പക്ഷെ ഇവിടുത്തെ കിലോമീറ്ററിന് എന്തോ വലിയ തകരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദാഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കരിക്കും വെള്ളമൊക്കെ കുടിച്ചു നമ്മുടെ 2ാമത്തെ ശിവലിംഗം ഇവിടെ എത്തിയേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഇരുന്നൊക്കെയാ പോകുന്നത്. ഇരുന്ന് അമ്മ മടി കിടന്നു. അങ്ങനെ നാരായണി പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, ടീച്ചറിന്റെ ചേച്ചിയുണ്ട്, നമ്മുടെ നെയ്ബറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇരിക്കുവാണ്. ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുത്താണ് പോകുന്നത്, ഒറ്റ സ്ട്രെച്ചിൽ നടക്കുമല്ല. അങ്ങനെ ഗിരിവലയപ്പാത എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ഞാൻ അമ്മയുടെ മേത്ത് ചാഞ്ഞു, അമ്മ എൻ്റെ മേത്ത് താങ്ങിയൊക്കെയാണ് ഞങ്ങൾ നടക്കുന്നത്. അങ്ങനെ പിന്നെയും നടന്ന് ക്ഷീണിച്ച് ഓരോ സ്ഥലം കിട്ടുമ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലം പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഒറ്റ സ്ട്രെച്ചിന് നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, നമ്മൾ ക്ഷീണിച്ചു പോകും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഗൈസ്. കാരണം പാർട്ട് 1 ലോങ് ആയി പോയാൽ അത് ഭയങ്കര മടുപ്പായിരിക്കും. സോ ഞങ്ങൾ പകുതി വെച്ച് ഡ്രോപ്പ് ആക്കി ഓട്ടോയ്ക്ക് പോയോ, അത് 8 മണിക്കൂർ നടന്ന് നമ്മൾ അമ്പലത്തിൽ എത്തിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും കാണാം. സോ ടാറ്റാ.